ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രുതിയും കൂട്ടി ശ്രുതി വന്ന് ഏജൻസി ഓഫീസിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കാനഡയ്ക്ക് പോയിട്ടുണ്ട്, ആ ഫ്രണ്ടിൻ്റെ ഡീറ്റെയിൽ കിട്ടുമോയെന്ന്. എന്നിട്ട് ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് ആ പെൺകുട്ടി പറയും, ഇല്ല, ഇങ്ങനെ ഒരാൾ ഇവിടുന്ന് പോയതായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കുറച്ച് നാളായിട്ടുള്ളേ വന്നിട്ടുള്ളൂ എന്ന് പറയും. അതല്ല, എന്തിനായിരുന്നു ചോദിക്കും. ഞങ്ങളുടെ കുറച്ച് കാശിൻ്റെ കാര്യമൊന്ന് പറഞ്ഞു വരികയാണ് ശ്രുതി കാലെ കയറി ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയും, അതല്ല, ആ നീലിമയുടെ അച്ചമ്മ മരിച്ചുപോയി, അതിന് അച്ചമ്മയൊന്ന് അവസാനമായിട്ട് അവൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അവളോട് ഒന്ന് വിളിക്കാൻ വേണ്ടി പറയാനായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ പറയും, നിങ്ങൾ അടുത്ത ഫ്രണ്ട്സാണെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നമ്പർ കയ്യിലില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി. എന്നിട്ട് പറയും, എന്തായാലും ഇവിടുന്ന് ഒരു ഡീറ്റെയിലും കിട്ടത്തില്ല, വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഹെഡ് ഓഫീസിൽ തിരക്കണം, അങ്ങനെ കിട്ടാൻ വഴിയുള്ളെന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഇവരെ ഇറങ്ങി വരികയാണ്. താഴെ വന്ന് കഴിയുമ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട്, എന്നാലും എൻ്റെ ശ്രുതി, നീ എങ്ങനെ ഇത്ര വലിയ കള്ളമൊക്കെ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് വായി കള്ളം വരുന്നത്, നീ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ ഓർത്തേ ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആകുമ്പോഴത്തേന് ശ്രുതി പറയും, കാര്യം നടക്കണ്ടേ എന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ, ഞാൻ അങ്ങനെ കള്ളമൊന്നും പറയാറില്ല എന്നൊക്കെ പറഞ്ഞാണ് നടന്നു വരുന്നത്. ഇവർ രണ്ടുപേരും അന്വേഷിച്ച് നടന്ന നീലും ഈ സമയം നാട്ടിലെത്തിയിട്ട് ടാക്സി വിളിക്കുന്നത് സച്ചിയുടെ വണ്ടി കേട്ടോ. അന്നേരം ആ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ശ്രുതിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അന്നേരം ഇങ്ങനെ അവർ തമ്മിലുള്ള പ്രേമരംഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മെ. അന്നേരം ശ്രുതിയോട് പറയുന്നുണ്ട്, ആ നീലിമ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുക. അതൊക്കെ അങ്ങ് ശ്രുതി സത്യമാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അന്നേരം പിന്നീട് ശ്രുതി ഒരു ദിവസം ഫോൺ വിളിച്ച് ചോദിക്കുന്നു, ആ പൈസയൊക്കെ നീ നിൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റിയോന്ന്. ഞാൻ അങ്ങനെയൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെ വല്ലതും ഞാൻ മാറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർക്കുന്നു. അങ്ങനെ ശ്രുതിയെ പറ്റിച്ചിട്ട് ആ കാശുമായിട്ട് കാനഡയ്ക്ക് മുങ്ങിയതായിരുന്നു നീലിമ. എന്നിട്ട് ശ്രുതിയുടെ ഫോട്ടോയിലേക്ക് നോക്കി മണ്ടൻ എന്നൊക്കെ മനസ്സിലോർത്ത് ചിരിക്കുന്നുണ്ട്. അന്നേരം സച്ചി ചോദിക്കും, മേഡം എവിടെ നിന്നാണ് വരുന്നതെന്ന്. എന്നെ പറയും, ഞാൻ കാനഡയിൽ നിന്നാന്ന് പറയും. കാനഡയോ, അത് എങ്ങനെയുണ്ട് ആ സ്ഥലമൊക്കെ എന്ന് ചോദിക്കും. എന്നെ പറയും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ എന്ന് ചോദിക്കും. ആണോ, അന്നേരം അമേരിക്കയുടെ അടുത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയും, അതെ, നല്ലൊരു വെള്ളച്ചാട്ടം അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. അതെ, നയാഗ്ര വാട്ടർഫോളാണ്, നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറയും. ആണോ, ഞങ്ങളുടെ വീട്ടിൽ ഒരുത്തന്നെ എപ്പോഴും കാനഡയ്ക്ക് പോകുന്ന കാര്യം പറയാറുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എത്ര രൂപയാകും അവിടെയൊക്കെ പോകാനെന്ന് ചോദിക്കും. അവൻ 14 ലക്ഷത്തിൻ്റെയൊക്കെ കണക്ക് പറയുന്നു എന്ന് പറയും. ഉടനെ നീലിമ പറയും, അത് ഏജൻസി വഴി പോകുമ്പോൾ അവർക്ക് ഒരു കമ്മീഷൻ കൊടുക്കേണ്ടി വരും, അല്ലാതെ പോകണമെങ്കിൽ എത്ര പൈസയുടെയൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയും. ആണോ, അവൻ എപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ കാനഡ പോകണമെന്ന്. മാഡത്തിന് അവിടെ എന്താ ബിസിനസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ പറയും, എനിക്കവിടെ ബിസിനസ്സാണ് എന്ന് പറയും. പിന്നെ ഇപ്പോൾ എവിടെ പോകാനാണെന്ന് ചോദിക്കും. ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നത്, എനിക്ക് കുറച്ചിവിടെ പ്രോപ്പർട്ടി ഉണ്ട്, അതൊന്ന് പേരിലൊക്കെ ആക്കണം, അതിനുവേണ്ടി വന്നാന്ന് പറയും. അതുകൊണ്ട് എനിക്ക് നാളെ രാവിലെ ഓഫീസിലൊക്കെ പോകണം, അതുകൊണ്ട് സച്ചി വരുന്നോ എന്ന് ചോദിക്കും. അതിനെന്താ മാഡം, എൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, അന്നേരം ഞാൻ വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. നീലിമയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ശ്രുതി. അന്നേരം ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്, ശ്രുതി വിഷമിക്കൊന്നും വേണ്ട, നമുക്കങ്ങോട്ട് ചെന്ന ഉടനെ വിവരങ്ങളൊന്നും കിട്ടുമെന്ന് ഓർത്തല്ലല്ലോ നമ്മൾ ചെന്നത്, എന്തായാലും കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. എന്നിട്ട് പറയും, ശ്രുതി നിങ്ങൾ രണ്ടുപേരും ഇന്ന് രാവിലെ എവിടെ പോയതായിരുന്നൊക്കെ ചോദിക്കും. അത് ഞങ്ങൾ പുറത്തൊരു ആവശ്യത്തിന് പോയതായിരുന്നു, ഞാൻ ജോലിക്ക് പോയതായിരുന്നു. ഉടനെ ശ്രുതി പറയും, ഇവൻ ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഇവൻ എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എന്നെ ഇങ്ങനെ വെറുതെ കളിയാക്കാതെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. നേരത്തേന് പറയാം, എന്നാൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ഒരുങ്ങിക്കുക, നമുക്ക് ഒരു അമ്പലം വരെ പോകണം എന്ന് പറയും. ആണോ, എന്തിനാന്ന് ചോദിക്കും. അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ ജയിലിൽ കിടക്കുകയല്ലേ, അതിനുവേണ്ടി ആ അമ്പലത്തിൽ ചെന്ന് ഒരു വഴിപാട് നേരണം, അവിടെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ട്, അതെല്ലാം ചെയ്യേണ്ടത് ശ്രുതിയാന്ന് പറയും. അത് വ്രതം എടുക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. വ്രതമോ എന്ന് ചോദിക്കും. അതെ, 41 ദിവസം വ്രതം എടുക്കണം, അത് കഴിയുമ്പോഴത്തേന് അച്ഛൻ ഇങ്ങനെ റിലീസാവും എന്നൊക്കെ പറയും. അന്നേ ശ്രുതി ചോദിക്കും, അതിന് ഇവിടെ കിടന്ന് ഇവളിവിടെ വ്രതം എടുത്തിട്ട് എന്നെ എടുക്കാനാ, അങ്ങ് മലേഷ്യ കിടക്കുന്ന അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ദൈവദോഷമൊന്നും പറയാതെ എന്ന് പറയും. എന്നിട്ട് ശ്രുതി പറയും, ആൻറ്റി ഞാൻ വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ടോ, അവിടെ ലോയേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ നോക്കിക്കോളൂ അല്ലേ എന്നൊക്കെ ചോദിക്കും. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഫാമയാണ് പറഞ്ഞ് നല്ല ശക്തിയുള്ള ദേവി അവിടെ ഇരിക്കുന്നതെന്ന്, അത് സ്ത്രീകളാണ് ശയനപ്രദക്ഷിണം നടത്തുന്ന അമ്പലമാണ്, അതുകൊണ്ട് ശ്രുതി അവിടെ വന്ന് ശയനപ്രദക്ഷിണം നടത്തണം, പല നോയമ്പ് കാര്യങ്ങളും ഉണ്ട്, ഇതെല്ലാം ചെയ്യണം എന്നൊക്കെ പറയും. എന്നിട്ടേന് ശ്രുതി പറയും, എനിക്കതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് ഒരുങ്ങി വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂട്ടി വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ, ഞാൻ എല്ലാവരും ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോഴത്തേന് ശ്രുതി പറയും, ശ്രുതി നിങ്ങൾ എന്ന് പറ, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറ, ഞാൻ അങ്ങനെ എങ്ങനെയാണ് പട്ടിണി കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയും. അതിന് മുമ്പ് ശ്രുതിയോട് ചന്ദ്രമതി പറയുന്നുണ്ടായിരുന്നു, ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റത്തുള്ളൂ, നിലത്ത് കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഓർക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യവും സങ്കടവും എല്ലാം വരും. എന്നിട്ട് പറയും, നമുക്ക് താഴെ ചെന്ന് പറയാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ
താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയം ചന്ദ്രമതി താഴേക്ക് ഇറങ്ങി വന്ന് രവീന്ദ്രനോട് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പറയും രേവതിയെ വിളിക്കാൻ. നീ അങ്ങ് വിളിച്ചാൽ എന്നാന്ന് ചോദിക്കും. അതല്ല രവിയേട്ടൻ വിളിക്കുക എന്ന് പറയും. എന്നിട്ട് രേവതിയും വിളിക്കും, ശ്രീകാന്തിനെയും വർഷയും കൂടെ ചന്ദ്രമതി വിളിക്കും. നേരത്തേന് ശ്രുതിയും താഴെ ഇറങ്ങി വരും. അപ്പോൾ ഇവരോടെല്ലാമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ വർഷ ചോദിക്കും എന്തായാലും നമ്മൾ സിനിമയ്ക്ക് പോകണമെന്ന്. എന്താ പറയുക സിനിമയ്ക്കൊന്നും അല്ല നമുക്ക് അമ്പലത്തിൽ പോകണം. ഇപ്പം രേവതിയുടെ കൂടത്തിൽ ഇനി സച്ചിയും കൂടെ വരണമെന്നൊക്കെ പറയും. അതിനെന്താ ഞാൻ സച്ചിയേട്ടനെ വിളിക്കാമെന്ന് പറയും. നീ വിളിച്ചാലല്ലേ അവൻ വരത്തുള്ളൂ എന്ന് പറയും. ഓട്ടോ ഉണ്ടമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, എല്ലാവരും കൂടെ കൂടി ചെന്ന് വേണം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് അമ്പലത്തിൽ. ഇത് ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ലേ, അപ്പോൾ അതിനുവേണ്ടി ഉള്ള നോയമ്പൊക്കെ ചെയ്യണം, വ്രതം പിടിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഉടനെ രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഈ നോയമ്പൊക്കെ എടുക്കുമോ, ഈ വ്രതം എടുക്കാൻ പറ്റുമോ, നിന്നെക്കൊണ്ട് ഒരു നേരമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ, പിന്നെ നിലത്ത് പാവിരിച്ച് വേണം കിടക്കാനായിട്ട്, മത്സ്യമാംസാദികളൊന്നും കഴിക്കാൻ പാടില്ല, 6 മണിക്ക് ശേഷം വെള്ളം ഇറക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ മാത്രമേ ഇത് എടുക്കാവുള്ളൂ, അല്ലാതെ ചെയ്താൽ ദോഷം കിട്ടുമെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി പറയുന്നുണ്ട് അത് ഞാനങ്ങനെ എടുക്കണം എന്നൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാൽ വർഷ പറയും ആർക്ക് ബുദ്ധിമുട്ട്, ഞങ്ങൾക്കാർക്കും ബുദ്ധിമുട്ടില്ല, ചേച്ചിയല്ലേ എടുക്കുന്നതെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് വല്ലാതാകുന്നുണ്ട്. അപ്പം രേവതി പറയും അത് തന്നെയല്ല എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചേച്ചിയുടെ ഇതുപോലെ പിറ്റേ ദിവസം വീണ് കൈ ഒടിഞ്ഞു എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും സങ്കടം വരുന്നുണ്ട് ശ്രുതിക്ക്. ശ്രുതി ഇങ്ങനെ മാക്സിമം പറഞ്ഞു നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റത്തില്ല, ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉടനെ ചന്ദ്രമതി എല്ലാവരും റെഡി ആയിക്കോളാൻ പറയുകയാണ്. രവീന്ദ്രൻ രേവതിയോട് പറയുന്നുണ്ട് സച്ചിയെ ഞാൻ വിളിച്ച് പറഞ്ഞെന്ന് പറ, എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുന്നുണ്ട്. രേവതി പറയും ശരി ചേച്ചാ ഞാൻ പറയാമെന്ന് പറയും. എന്നിട്ട് റൂമിൽ വന്നു കഴിഞ്ഞിട്ട് രേവതി ഫോൺ വിളിക്കുന്നുണ്ട് സച്ചിയെ. സച്ചി കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ പറയും സച്ചിയേട്ടൻ എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ വരണമെന്ന് പറയും. എന്താ നീ വല്ല നേർച്ചയും പറഞ്ഞിട്ടുണ്ടോ, അതോ എനിക്ക് പുതിയ കാർ മേടിച്ചോ എന്നൊക്കെ ചോദിക്കും. പിന്നെ മാസാമാസം കാർ മേടിക്കാനുള്ള അത്ര സാമ്പത്തികമല്ലേ എനിക്ക് എന്ന് പറയും. നിങ്ങളതൊന്നും നോക്കണ്ട, നേരെ അമ്പലത്തിൽ വാ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ അങ്ങ് ജയിലിലല്ലേ, അതിനുവേണ്ടി ഇവിടെ ചില പരിഹാര ക്രിയകളൊക്കെ ചെയ്യണമെന്ന് പറയും. അതോ പിന്നെ ഇവിടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോരുമല്ലേ എന്നൊക്കെ ചോദിക്കും. എന്തായാലും അതൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്, എൻ്റെ വണ്ടിയിൽ ഒരു മേടമുണ്ട്, മേടത്തിനെ കൊണ്ടുവന്ന് ആ സ്പോട്ടിൽ ഇറക്കേണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് പറ്റത്തില്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞതാ, അതുകൊണ്ട് സച്ചിയേട്ടൻ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൈ ഫോൺ കൊടുക്കാമെന്ന് പറയും. വേണ്ട അച്ഛനെ കൊണ്ടൊന്നും പറയിപ്പിക്കണം, ഞാൻ വന്നോളാം, 5 മിനിറ്റ് അതിൽ കൂടുതലൊന്നും ഞാൻ നിൽക്കത്തില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി എത്രയും പെട്ടെന്ന് വാന്ന് പറഞ്ഞ് രേവതി ഫോൺ വെക്കുകയാണ്.